വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിനകത്തേക്ക് കടന്നു വരാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഉള്ള ഡൗട്ട്സ് അവർക്കുണ്ട്. ആൻഡ് വിൽ ബി ഡിസ്കസിങ് ദാറ്റ് ഡൗട്ട്സ് ടുഡേ വിത്ത് ദ co-founder ഓഫ് ആഡ് സ്കൂൾ. ഹൈ സർ. ഹായ് ശാലിനി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബസ് വേർഡാണ്. അതിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ഓൾറെഡി ഉള്ള ഇൻഡസ്ട്രിയിൽ, അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ചോയ്സ് ആയിട്ട് മാറുന്നത്? ഇന്നത്തെ ഒരു ബിസിനസ് ലാൻഡ്സ്കേപ്പിൽ ഏതൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ഓണറിനും ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയൊരു ചാനലാണ് ഡിജിറ്റൽ. ഇപ്പോൾ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഏതൊരു ഡിജിറ്റൽ ഡിവൈസ് എടുത്ത് നോക്കിയാലും നമ്മൾ ആഡ്സ് കാണാം. അപ്പോൾ അതൊന്നും തന്നെ മനസ്സിലാക്കാം അതിൻ്റെ ഒരു എൻട്രി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഈ ഒരു സിനാരിയോയ്ക്ക് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പെനട്രേഷനാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരും തന്നെ ഇന്ത്യയിലില്ല. അപ്പം ഏകദേശം ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് 30% ഇൻക്രീസ് ഇൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് പെർ ഇയർ, വിച്ച് മീൻസ് അടുത്തൊരു 5 ഇയേഴ്സിനകത്ത് ഓൾമോസ്റ്റ് ഡബിൾ ചെയ്യും ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിങ്ക്ഡിനിലെ ടോപ്പ് 10 ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ജോബാണ് ഇപ്പോൾ വൺ ഓഫ് ദ പൊസിഷൻസ് ആണത്. അപ്പോൾ ആസ് എ ബിഗിനർ ഒരാൾ ഇതിനകത്തേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് അവർ അറിഞ്ഞിരിക്കേണ്ട മസ്റ്റ് നോ ഏരിയാസ് ഏതൊക്കെയാണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഡൈവേഴ്സാണ്. അതിനകത്ത് ഒത്തിരി ടൂൾസ് ഉണ്ട്, പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ടെക്നോളജീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അതിൽ ഏരിയാസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മെയിൻലി കേൾക്കുന്ന കുറേയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ അങ്ങനത്തെ സോഷ്യൽ മീഡിയ ഇതിൽ ചെയ്യാം. പിന്നെ SEO ഉണ്ട്, അത് വെബ്സൈറ്റ് മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. പിന്നെ ഗൂഗിൾ അനലിറ്റിക്സ് അതിൻ്റെ ഒരു പാർട്ടാണ്. ഗൂഗിൾ ആഡ്സ് വേറെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഏരിയാസ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം. ഈവൻ നമ്മളൊരു ചെറിയ ഒരു ബിസിനസ് ആണെങ്കിൽ പോലും നമ്മൾ ഗൂഗിളിലൊരു മൈ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുന്ന സംഭവമാണ്. ഈവൻ അതും ഇതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നത്. അതൊരു ലോക്കൽ SEO എന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിൽ. ആസ് എ ബിഗിനർ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം അത് എന്ന് പറയുന്നത് നമ്മളൊരു MBBS ഡോക്ടറെ പോലെയാണ്. MBBS പഠിക്കുമ്പോൾ നമ്മളെല്ലാം പഠിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യലൈസേഷന് പോകും. ഇവിടെയും ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കാം. അനലിറ്റിക്സിലോ ഗൂഗിൾ ആഡ്സിലോ അങ്ങനെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഫീൽഡിൽ സ്പെഷ്യലൈസേഷൻ എടുത്താൽ ഒരു ഗ്രോത്ത് ആസ്പെക്ട് എന്ന നിലയിൽ, അത് കരിയർ ഗ്രോത്ത് ആസ്പെക്ട് എന്നുള്ള നിലയിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് എസെൻഷ്യലി ഉണ്ടാവേണ്ടിയിരിക്കുന്ന സ്കിൽസ് എന്തൊക്കെയാണ്? ഓക്കെ, നമ്മൾ സ്കിൽസ് എന്ന് പറയുമ്പോൾ 2 തരത്തിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒന്ന് ടെക്നിക്കൽ സ്കിൽസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ടൂൾസ്, അതായത് മറ്റേ ഗൂഗിൾ അനലിറ്റിക്സ്, SEO, അതിനാവശ്യമുള്ള ടൂൾസ്, അതിൻ്റെ ഒരു ടെക്നിക്കൽ നോളജ്, ഹൗ ടു ഡു ഇറ്റ് എന്നുള്ള അതൊന്ന്. പിന്നെ ഉള്ളത് സോഫ്റ്റ് സ്കിൽസ് ആണ്. ഇപ്പോൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വരും, ക്രിയേറ്റിവിറ്റി വരും, പിന്നെ ഒരു അഡാപ്റ്റബിലിറ്റി വരും. പിന്നെ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഇതിന് ആക്ച്വലി നമ്മുടെ ഒരു ബിസിനസ് അക്യുമെൻറ്റ്, ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്യാമ്പയിൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഡിസൈൻ ചെയ്യണം. ഡിസൈൻ എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ ക്രിയേറ്റീവ് ഡിസൈൻ അല്ല, ഇതിനെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും, എത്രത്തോളം അതിന് എഫക്റ്റീവ്നെസ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു അനലിറ്റിക്കൽ തിങ്കിങ്ങും ഒക്കെയാണ് ഒരു സോഫ്റ്റ് സ്കിൽസിൽ വരുന്നത്. അപ്പോൾ ഐഡിയലി ഇത് രണ്ടിൻ്റെ ഒരു മിക്സ് ആണ് ഒരു കറക്റ്റ് ഡിജിറ്റൽ മാർക്കറ്റർക്ക് വേണ്ടത്. അതായത് നമുക്ക് കുറേ ടൂൾസുകൾ അറിയാം, പക്ഷെ ആ ടൂൾസുകളോ അല്ലെങ്കിൽ ആ ഒരു ഏരിയാസോ നമുക്ക് എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഒരു ക്ലയൻറ്റ്, ഇപ്പം എല്ലാ ക്ലയൻറ്റിനും ഒരേ സ്ട്രാറ്റജി ആയിരിക്കില്ല, ഒരേ ഡൊമെയിൻ ആയിരിക്കില്ല. ഓരോ ബിസിനസ് അനുസരിച്ച്, ഓരോ ഇൻഡസ്ട്രി അനുസരിച്ചുള്ള വേരിയേഷൻസ് വരും. അപ്പോൾ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മസ്റ്റ് നോ ടൂൾസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് അതെന്തായിരിക്കും? ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണ്ടി നമുക്ക് ഒത്തിരി ടൂൾസ് അവൈലബിൾ ആണ്. അതിൽ ഗൂഗിൾ തന്നെ നമുക്കൊരു വൈഡ് അറേ ഓഫ് ടൂൾസ് തരുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളത് ഗൂഗിൾ ആഡ്സ് ഉണ്ട്, ഗൂഗിൾ അനലിറ്റിക്സ് ഉണ്ട്, ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതൊക്കെ നമുക്ക് SEOനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ടൂൾസ് ഉണ്ട്. അപ്പോൾ അത് ആക്ച്വലി മസ്റ്റ് നോ ടൂൾസിൽ വരുന്ന 3 എണ്ണമാണത്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇമെയിൽ മാർക്കറ്റിങ്ങിനുള്ള ഒരു ടൂളുണ്ട്, മെയിൽ ചിമ്പ് എന്ന് പറയും. പിന്നെ ഹബ്സ്പോട്ട് ഉണ്ട്, സെംബ്രഷ് ഉണ്ട്, അതും SEOയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഒരു മസ്റ്റ് നോ ടൂൾസ് ആണ്. ഇപ്പോൾ സർ മെൻഷൻ ചെയ്തിട്ടുള്ള ടൂൾസ് ഇതിൽ ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് ആണെങ്കിലും ഗൂഗിൾ അനലിറ്റിക്സ്, ഇതിനൊക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഗൂഗിൾ ഫ്രീ സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഡെഫിനറ്റ്ലി ഇതെല്ലാം തരുന്നത് ഗൂഗിൾ ഓതറൈസ്ഡ് ആയിട്ട് തരുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷനിലും അത് വാലിഡുമാണ്. കാരണം അവരത് ഒരു സർട്ടൺ നമ്പർ ഓഫ് ട്രെയിനിങ്ങും
സെഷൻസ് കഴിഞ്ഞിട്ടാണ് ഓരോ എക്സാംസ് വരുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് സർട്ടിഫിക്കേഷൻസ് കിട്ടുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കേഷൻസ് അതുപോലെ വാലിഡും ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അബ്രോഡ് ട്രാവൽ ചെയ്യുമ്പോഴും വേൾഡ് ഓവർ ഇത് റെക്കഗ്നൈസ്ഡ് ആണ്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ സർട്ടിഫിക്കേഷൻസ് എപ്പോഴും സി വിയിലോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിലോ ഒരു ആഡഡ് ബെനിഫിറ്റ് ആണ്. എന്നാൽ പോലും ഈ സർട്ടിഫിക്കേഷൻസും തിയററ്റിക്കൽ നോളജും മാത്രം കൊണ്ട് ഒരിക്കലും ഒരു ബിഗിനറിന് ചിലപ്പം ഇൻഡസ്ട്രിയിൽ ജോബ് ഹണ്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഒരു ജോബ് ഹണ്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രൊഫൈലിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിക്കാൻ കഴിയുക? ഈ ഒരു കാര്യം വളരെ ഈസി ആയിട്ട് അവർക്ക് അഡ്രസ്സ് ചെയ്യാം. കോഴ്സ് എടുക്കുന്ന സമയത്ത് തന്നെ ആ കോഴ്സ് ഒരു ഏജൻസി ബേസ്ഡ് ഇന്റേൺഷിപ്പ് ഉള്ള കോഴ്സ് ആണെങ്കിൽ അവർക്ക് ആ എക്സ്പീരിയൻസ് ആ സമയത്ത് തന്നെ ഗെയിൻ ചെയ്യാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിലോ ഏജൻസിയിലോ ഒരു ഇന്റേൺഷിപ്പ് ആയിട്ടോ അല്ലെങ്കിൽ എൻട്രി ലെവൽ ജോബിൽ കയറിയാലും ഈ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാം. ഒരു 6 months എങ്കിലും ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ ചെയ്യുന്നത് നന്നായിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പുറത്തുനിന്നുള്ള വർക്കുകൾ എടുക്കാം, അത് ഫ്രീലാൻസ് ചെയ്ത് ചെയ്യാം, അങ്ങനെ ഉണ്ട്. പിന്നെ പേഴ്സണൽ പ്രോജക്ട്സ് എടുക്കാം. പേഴ്സണൽ പ്രോജക്ട്സ് സ്വന്തമായിട്ടാവണമെന്നില്ല, ഫാമിലിയിലോ ആർക്കെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം, അതൊന്ന് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ സംസാരിച്ചു. അതേപോലെ എങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ആസ് എ ബിഗിനർ ഡെഫിനറ്റ്ലി ഒരാളെ, ബിഗിനറിന് മാത്രമല്ല ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആർക്കും ഒരു CV ജോബ് ഹണ്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യമാണ്. അതേപോലെ ഒരു ഡിജിറ്റൽ പോർട്ട്ഫോളിയോയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ? ഇപ്പോൾ ശാലിനി പറഞ്ഞ പോലെ ഒരു വെൽ സ്ട്രക്ചേർഡ് CV ഇമ്പോർട്ടൻ്റ് ആണ്, അത് എന്തായാലും വേണം. അത് കൂടാതെ തന്നെ ഒരു ഡിജിറ്റൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം. അതായത് നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസ് ഇതിൻ്റെയൊക്കെ ഒരു ഷോക്കേസിങ്, അതിനെ ഒരു ഡിജിറ്റൽ ഫോമാറ്റിൽ, അതൊരു പേഴ്സണൽ വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ ക്യാൻവ പോലത്തെ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഒരു PDF അങ്ങനത്തെ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ചെയ്താലും മതി. അപ്പോൾ ആ ഒരു പോർട്ട്ഫോളിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ നമ്മളൊരു റെഗുലർ CV എന്നുള്ളതിനപ്പുറം ഒരു പോർട്ട്ഫോളിയോ കൂടെ ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റാണത്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ പോർട്ട്ഫോളിയോയിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു സ്ട്രക്ചറിങ് വരുന്നത്? ഇപ്പം ഡിജിറ്റൽ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത പ്രൊജക്ട്സ്, അപ്പോൾ ഒരു പ്രൊജക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്ലയൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് എടുക്കുക, അവരുടെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ, അതായത് പ്രൊജക്റ്റിന് മുമ്പ് എന്തായിരുന്നു സിനാറിയോ, അതിന് ശേഷം അവരെന്ത് അച്ചീവ് ചെയ്തു, അപ്പം അതിന് ഉപയോഗിച്ച ടൂൾസ് അത് എത്രത്തോളം അവരുടെ ബിസിനസ്സിനെ ഇമ്പാക്റ്റ് ചെയ്തു, അങ്ങനെ ഒരു കേസ് സ്റ്റഡി, അത് ഒരു വൺ ഓഫ് ദ മെയിൻ റിക്വയർമെൻ്റ് ആണ് ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്ററെ സംബന്ധിച്ചോളം. അതുപോലെ തന്നെ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ നിങ്ങളുടെ ഡിഫറെൻറ്റ് ടൂൾസിലുള്ള നിങ്ങളുടെ സ്കിൽസിൻ്റെ ലെവൽ, ആ ഒരു എക്സ്പെർട്ടൈസിൻ്റെ ലെവലും കൂടി മെൻഷൻ ചെയ്ത് നന്നായിരിക്കും. ഈ ഒരു ജോബ് ഹണ്ടിങ് അപ്പോൾ അവരെവിടെ തുടങ്ങണം? ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാം? വിച്ച് ഈസ് കോമൺ. നമ്മൾ നോർമലി നോക്കുന്ന പ്ലാറ്റ്ഫോംസ് ആയ ലിങ്ക്ഡിൻ, ഗ്ലാസ് ഡോർ, ഇൻഡീഡ്, അതിലെല്ലാത്തിലും ഇതെല്ലാം മിക്കവാറും ജോബ് പോസ്റ്റഡ് ആയിരിക്കും. അതുകൂടാതെ പിന്നെ ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒന്നാണ് ഗൂഗിൾ ജോബ്സ്. ജസ്റ്റ് ഗോ ടു ഗൂഗിൾ ആൻഡ് സെർച്ച് ജോബ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത് നിങ്ങളുടെ അടുത്തുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ തരും. ഗൂഗിളിന് തന്നെ ഒരു ജോബ് ബോർഡ് ഉണ്ട് ഓൾറെഡി, വിച്ച് ഈസ് സോഴ്സ്ഡ് ഫ്രം മൾട്ടിപ്പിൾ ഏരിയാസ്. പിന്നെയുള്ളത് ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ അത് നമുക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഫേവർ, അപ്വർക്ക് പോലത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതല്ലാതെ ചില കമ്മ്യൂണിറ്റീസ് ലൈക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇങ്ങനത്തെ ജോബ്സ് വരുന്നത്, അവിടെ നിന്നും ഫ്രീലാൻസ് ആയിട്ടുള്ള വർക്ക് എടുക്കാം. പിന്നെ ചിലപ്പോൾ നമ്മുടെ സ്വന്തം നെറ്റ്വർക്ക്, അതായത് സ്വന്തം ഒരു ക്ലോസ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് വർക്ക് കിട്ടുന്നത്. ഈവൺ അതും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എൻട്രി ലെവൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന മേജർ ചലഞ്ചസ് അക്കോർഡിംഗ് ടു യു എന്തൊക്കെയാണ്? അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് അവരുടെ ഇൻഎക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന്. പിന്നെ ഉള്ളത് അവർ അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. അപ്ഡേറ്റ് ആവുക എന്ന് പറയുമ്പം അതിനുള്ള ആർട്ടിക്കിൾസും കാര്യങ്ങളും അത് എവിടെ നിന്നൊക്കെ ഉള്ള സോഴ്സസ് എല്ലാം നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അത് ബ്ലോഗ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ടൂൾസും പ്ലാറ്റ്ഫോംസും ഉണ്ടല്ലോ. ഇപ്പോൾ സെംറഷ്, മോസ്, അങ്ങനത്തെ ടൂൾസ് ഉണ്ട്. അവരുടെയൊക്കെ ബ്ലോഗ്സ് എന്ന് പറയുന്നത് വളരെ അപ്ഡേറ്റഡ് ആണ്. ഈവൺ അത് ഗോ ത്രൂ ചെയ്താലും തന്നെ നമുക്ക് ആ റിലവൻറ്റ് ട്രെൻഡ്സും ഒക്കെ നമുക്ക് അപ്ഡേറ്റഡ് ആയിരിക്കും. പിന്നെ ഉള്ളത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദേ ഹാവ് ടു പ്രോഗ്രസ് എവറി ഡേ. അതൊരു ചെറിയ സ്റ്റെപ്പായിരിക്കാം, ഒരു വലിയ സ്റ്റെപ്പായിരിക്കാം. ഒരു ചെറിയ നോളജ് ബിറ്റായിരിക്കും, ഒരു വലിയ ബിറ്റായിരിക്കും. ഒരു പ്രോഗ്രസ് ഉണ്ടാവണം, അത്രേ ഉള്ളൂ. Small milestone should be there. Correct. Yeah.
ഇന്ന് നമ്മൾ ഒരു എൻട്രി ലെവൽ ഡിജിറ്റൽ മാർക്കറ്റർ ഫേസ് ചെയ്യുന്ന മേജർ ചാലഞ്ചസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് ഓവർകം ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. If you have more questions like this, drop your queries in the comment section.